സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ നിമിഷം കർത്താവിൻ്റെ കരുണയുടെ ഈ മണിക്കൂറിൽ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അവിടുത്തെ കരുണയുടെ കവാടത്തെ ഞാൻ അന്വേഷിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. ഞാനിപ്പോൾ കർത്താവിൻ്റെ കൂടെയാണ്, അവിടെ നിന്നാണ് എൻ്റെ പാലകൻ, അവിടെ എന്നെ എന്നും സ്നേഹിക്കുന്നു, അവിടെ എന്നെ ശക്തിപ്പെടുത്തുന്നു എന്നുള്ളൊരു ബോധ്യത്തിൽ നമുക്കായിരിക്കാം. ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ്. കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നൊരു ബോധ്യത്തിൽ നമുക്കുണ്ടാവട്ടെ. കരുണയുടെ ഈ ഒരു മണിക്കൂറിൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ അവിടെ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അവിടെ നിന്നോട് പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ എൻ്റെ ഹൃദയത്തെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ രക്ഷകനായ എൻ്റെ ഈശോ ഈ അപ്പത്തിൻ്റെ രൂപത്തിലായിരുന്നു എന്നോട് കൂടെയായിരിക്കുമ്പോൾ, പ്രിയമുള്ളവർ, എൻ്റെ കർത്താവ് ചോദിക്കുന്നുണ്ട്, നിൻ്റെ എല്ലാ സ്നേഹവും നീ എനിക്ക് തരുമോ? നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും എല്ലാവരേക്കാളും എല്ലാറ്റിനും ഉപരിയായി എന്നെ സ്നേഹിക്കുവാൻ നിനക്ക് സാധിക്കുമോ? കാരണം എൻ്റെ ഈശോ തന്നേക്കാൾ ഉപരിയായിട്ട് എന്നെ സ്നേഹിച്ച് തനിക്കുണ്ടായിരുന്നതെല്ലാം എനിക്ക് വേണ്ടി പങ്കുവെച്ചതാണ്. കാൽവരിയിൽ തൻ്റെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവുമെല്ലാം അവിടുത്തെ കുരിശിൽ എനിക്ക് വേണ്ടി ബലിയായി നൽകി. അവസാനത്തുള്ളി രക്തം വരെയും അവിടുന്ന് എനിക്ക് വേണ്ടി ഒഴുക്കി. അവിടുത്തെ മാതാവിനെ എനിക്ക് സമ്മാനമായിട്ട് തന്നു. അവിടുത്തെ തിരുശരീര രക്തങ്ങൾ എനിക്ക് ഭക്ഷണപാനീയങ്ങളായിട്ട് തന്നു. എന്നെ ഉള്ളിൽ അലിഞ്ഞു ചേരുവാൻ അവിടുന്ന് തിരുമനസ്സായി. അവിടുത്തെ അവസാന പ്രാർത്ഥന പോലും എനിക്ക് വേണ്ടിയായിരുന്നു. അവിടുത്തെ അവസാനത്തെ ചിന്ത പോലും ഓരോ നിമിഷവും അവിടെ നിന്നെക്കുറിച്ച് ഓർത്തു പീഡയേറ്റ ഓരോ നിമിഷവും. ഈശോയിൽ പ്രിയമുള്ള മകനെ, മകളെ, കർത്താവ് ചോദിക്കുകയാണ്, തന്നെ തന്നെ ശൂന്യമാക്കി നിനക്ക് വേണ്ടി എല്ലാം തന്ന കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് എന്നോട് കൂടെയായിരിക്കുവാൻ, എന്നെ സ്നേഹിക്കുവാൻ നിനക്ക് സാധിക്കുന്നില്ലേ? ഈശോയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യം നമ്മുടെ ഹൃദയം തുറന്നുള്ള സ്നേഹവും ആരാധനയുമാണ്. ഉള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമായിരിക്കെ അവിടുന്ന് നമ്മുടെ മേൽ അധികാരമോ ബലപ്രയോഗമോ ചെലുത്തുന്നില്ല. നമ്മുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന കർത്താവ് നമ്മൾ നമ്മുടെ സ്വതന്ത്ര മനസ്സിൽ നിന്നുകൊണ്ട് അവിടുത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ കൂട്ടാഗ്രഹിക്കുന്നുണ്ട്. നമുക്കൊന്നു ചേർന്ന് ഈ ആരാധനയുടെ ഈ ഒരു സമയം നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും ദൈവത്തിലേക്ക് ഉയർത്തിക്കൊണ്ട്, എൻ്റെ ഹൃദയം പൂർണ്ണമായും ഈശോയെ നിൻ്റേതാണെന്ന് ഏറ്റുപറഞ്ഞ് ശിരസ് നമിച്ചു പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഈശോയെ ഒത്തിരി സ്നേഹിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ കൃപയിലും കരുണയിലും ഒക്കെ നമ്മൾ ആശ്രയിക്കുന്നവരാണെങ്കിലും പലപ്പോഴും നമ്മുടെ ഉള്ളിലെ മാനുഷിക ബുദ്ധി, നമ്മുടെ യുക്തിയൊക്കെ പലപ്പോഴും നമുക്ക് ഈ ഒരു ദൈവസ്നേഹത്തിൽ തടസ്സം നിൽക്കാറുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള അനുഗ്രഹങ്ങൾ ലൈഫിൽ കിട്ടുന്നില്ല. നമ്മൾക്ക് ആവശ്യമുണ്ടെന്നും നമ്മൾക്ക് വേണമെന്നും കരുതുന്ന പല മേഖലകളിലും നമ്മൾ തടസ്സങ്ങൾ അനുഭവിക്കുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ, കർത്താവെ, എന്തുകൊണ്ട് ഞാൻ ചോദിച്ച ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയില്ല? കർത്താവെ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ തടസ്സങ്ങൾ സംഭവിക്കുന്നു? എൻ്റെ ഈശോയെ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിടുന്നു എന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ചോദിക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ ചിന്തിക്കുകയാണ്, എൻ്റെ കർത്താവിന് എന്നോട് സ്നേഹമില്ലേ? എൻ്റെ കർത്താവിനെ ഇഷ്ടപ്പെടുന്നില്ലേ? എൻ്റെ കർത്താവിന് എന്നോട് താല്പര്യമില്ലേ? വിശുദ്ധിയിൽ ജീവിക്കാത്തവർ, പള്ളിയിൽ പോകാത്തവർ, പ്രാർത്ഥിക്കാത്തവർ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പലപ്പോഴും അനുഗ്രഹങ്ങൾ നേടുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. കർത്താവെ, ഞാൻ പള്ളിയിൽ പോകുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ നോമ്പ് നോക്കുന്നു, ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ പരിശ്രമിക്കുമ്പോഴും
എന്തുകൊണ്ടാണ് കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വേദനകൾ വരുന്നത്? എന്തുകൊണ്ടാണ് കർത്താവെ പാപം ചെയ്യുന്നവർക്ക് വീണ്ടും വീണ്ടും ഐശ്വര്യം ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്? പ്രിയമുള്ളവരെ, സങ്കീർത്തനം 37 കർത്താവ് ഇതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് സങ്കീർത്തകനിലൂടെ നമ്മോട് സംസാരിക്കുന്നുണ്ട്. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുകയാണ്, ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട, ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട, അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും. കർത്താവ് തന്നിൽ വിശ്വസിക്കുന്നവരോട് ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ്: ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ നീ സുരക്ഷിതനായിരിക്കും. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ കാര്യങ്ങൾ സാധിച്ചു തരും, ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട്, എന്തിന്? വചനത്തിൽ വീണ്ടും പറയുന്ന കാര്യം എന്താണ്? പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ വീണ്ടും വായിക്കുന്ന ഒരു കാര്യമാണ്, നിന്റെ സൃഷ്ടാവിനെ നീ ചോദ്യം ചെയ്യരുത്. എന്തുകൊണ്ടാണ്, എന്തിനാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ദൈവസന്നിധിയിൽ നീ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല. കർത്താവിൻ്റെ ചിന്തകൾ നമ്മുടെ ചിന്തകൾ പോലെയല്ല. യെശയ്യാ 55 നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകൾ പോലെയല്ല. മറ്റൊരാളെ വിധിക്കുവാനോ, എന്തുകൊണ്ടൊരാൾക്ക് നല്ലത് സംഭവിച്ചു, എന്തുകൊണ്ടൊരാൾക്ക് ഒരു വേദനയുണ്ടായി എന്ന് വിധി എഴുതുവാനോ നമ്മൾ ആരുമല്ല. കാരണം എൻ്റെയും അവരുടെയും എല്ലാം ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലാണ്. കർത്താവാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നതും ക്രമപ്പെടുത്തുന്നതുമെല്ലാം. ഈശോ എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യം എന്താ? ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ നീ സുരക്ഷിതനായിരിക്കും. ദൈവത്തിൽ നീ വിശ്വാസം അർപ്പിക്കുക. എന്താണ് നിന്റെ വിശ്വാസം? എൻ്റെ ദൈവം എനിക്ക് ആവശ്യമുള്ളത് തരുമെന്നും, അവിടുന്ന് എന്നെ പരിപാലിക്കുമെന്നും, അവിടുന്ന് എന്നെ അനാഥനായിട്ട് വിടുകയില്ലെന്നും, അവിടുന്ന് എൻ്റെ രക്ഷകനാണെന്നും, അവിടുന്ന് ഓരോ നിമിഷവും എനിക്ക് ആവശ്യമുള്ളത് തരുമെന്നുമുള്ള എൻ്റെ വിശ്വാസം. അതാണ് എനിക്ക് കർത്താവിൽ ഉണ്ടാകേണ്ട ഉറപ്പ്. മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ ജീവിതം എത്രമാത്രം അനുഗ്രഹീതമാണെന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുക. മറ്റുള്ളവരുടെ പാത്രത്തിലേക്ക് നോക്കുമ്പോൾ എൻ്റെ പാത്രത്തിലുള്ള അനുഗ്രഹങ്ങളെ ഞാൻ കാണുന്നില്ല. മറ്റുള്ളവരുടെ വേദനയിൽ ഒരു പക്ഷേ ഞാൻ സങ്കടപ്പെടുകയോ സന്തോഷിക്കുകയോ ചെയ്യുമ്പോൾ പോലും എൻ്റെ വേദനകളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല. കർത്താവ് നമ്മോട് പറയുന്നതാ, ഇത് ഞാനും നീയും തമ്മിലൊരു ബന്ധമാണ്. അതെ, ഇത് ഞാനും ഈശോയും തമ്മിലൊരു ബന്ധമാണ്. മറ്റൊരാളുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് ഞാൻ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ മരിക്കുമോ ഇല്ലയോ എന്ന് ശിഷ്യന്മാർക്ക് പോലും സംശയം വരത്തക്ക രീതിയിൽ ഒരു വാചകം കർത്താവ് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? അവൻ്റെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട, അത് കർത്താവിൻ്റെ കരങ്ങളിലാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിത കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രചിത്തരായാൽ മാത്രം മതി. അതിനെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്തിനു നിങ്ങൾ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിന് വിധി എഴുതുന്നു? വീണ്ടും കർത്താവ് പറയുന്നത് എന്താ? കർത്താവിൽ ആനന്ദിക്കുക. എന്താണ് ആനന്ദം എന്ന് പറയുന്നത്? ആനന്ദം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിത അവസ്ഥയാണ്. ആനന്ദം എന്ന് പറയുന്നത് സന്തോഷമല്ല. സന്തോഷം എപ്പോഴും നൈമിഷികമാണ്, എന്തിനേലും ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഐസ്ക്രീം കിട്ടുമ്പോൾ സന്തോഷം, നല്ല മാർക്ക് കിട്ടുമ്പോൾ സന്തോഷം, ഞാൻ ഇഷ്ടപ്പെടുന്നൊരു കാര്യം കിട്ടുമ്പോൾ സന്തോഷം. എന്നാൽ ആനന്ദം എന്നുള്ളത് അത് വികാരങ്ങളെക്കാളും ഉപരി ആനന്ദം എന്നുള്ളത് എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു അവസ്ഥയാണ്. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ദുഃഖത്തിലും ആനന്ദിക്കാൻ പറ്റും. കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ നഷ്ടങ്ങളിലും തൻ്റെ കോട്ടങ്ങളിലും ഒക്കെ ദൈവത്തിൻ്റെ കൃപ കണ്ടെത്താൻ പറ്റും. ആ വ്യക്തി കുലുങ്ങുകയില്ല, തളരുകയില്ല. കാരണം ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു, കാരണം അവിടെ നിന്റെ പ്രകാശവും കോട്ടയുമാണ്, എൻ്റെ ജീവിതത്തിന് ഒന്നും പറ്റില്ല എന്നൊരു വിശ്വാസം. അപ്പം ആനന്ദം എന്ന് പറയുന്നത് ഞാൻ കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതം സുരക്ഷിതമാണ് എന്നുള്ളൊരു ഉറപ്പിൽ നിന്നുകൊണ്ട് ജീവിതത്തിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നെ വികാരത്തിൻ്റെ വിക്ഷോഭങ്ങളിലേക്ക് നയിക്കാൻ ഞാൻ അനുവദിക്കുന്നില്ല. അവിടെയാണ് യഥാർത്ഥമായ ആനന്ദം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഫിലിപ്പിയർക്ക് പൗലോസ് ലേഖനം എഴുതിയത്, ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൽ ആനന്ദിക്കും, റിജോയ്സ് ഇൻ ദ ലോർഡ്, ആൻഡ് അഗെയിൻ ഐ സേ റിജോയ്സ്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് നന്മ ചെയ്തതിൻ്റെ പേരിൽ കള്ളക്കേസിൽ കുടുക്കി പൗലോസ് ലേഖയെ കാരാഗ്രഹത്തിൽ ചെറിയൊരു കുടിസുമുറിയിൽ ഇരുട്ടറയിൽ അടച്ചിട്ടപ്പോൾ ആ മുറിയിൽ ഇരുന്നു കൊണ്ട് പൗലോസ് ലേഖ പറയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൽ ആനന്ദിക്കുക. എങ്ങനെ സാധിച്ചു? അതാണ് കർത്താവിലുള്ള പ്രത്യാശ. ഞാൻ എൻ്റെ ദൈവത്തോട് കൂടെ നിൽക്കുമ്പോൾ, ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുമ്പോൾ എൻ്റെ ജീവിതം ലോകത്തിൻ്റെ കണ്ണിൽ ഒരുപക്ഷെ എനിക്കൊരു നഷ്ടമുണ്ടാകുന്നു, പിന്നീട് നേട്ടമുണ്ടാകുന്നു, പിന്നീട് ദുരിതമുണ്ടാകുന്നു, പിന്നീട് രോഗമുണ്ടാകുന്നു. ലോകത്തിൻ്റെ കണ്ണിൽ അത് ഭയാനകമാണ്. പക്ഷെ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക്
അത് യാതൊരു കുലുക്കം ഉണ്ടാക്കുന്നില്ല. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഇതളുകളും കർത്താവിനറിയാം. സങ്കീർത്തനം 139 നമ്മൾ കാണുന്നില്ലേ, ഒരു വാക്ക് എൻ്റെ നാവിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഈശോയെ നീ അത് അറിയുന്നു. പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം? ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആനന്ദിക്കുക മാത്രം ചെയ്യാനേ സാധിക്കുകയുള്ളൂ. കാരണം എപ്പോഴും ഹൃദയം പ്രശാന്തമായൊരവസ്ഥയിലാണ്. ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ കൊച്ചുകുഞ്ഞു ഉപദേശി പാടിയതുപോലെ നമുക്കും പാടാൻ പറ്റും. ദുഃഖത്തിൻ്റെ പാനപാത്രം എൻ്റെ കർത്താവ് കയ്യിൽ തന്നാൽ പോലും സന്തോഷത്തോടെ അത് വാങ്ങി എനിക്ക് ഹല്ലേലൂയ പാടാൻ പറ്റും. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, ആലയിൽ ആടുകൾ അറ്റുപോയാലും, മുന്തിരിയിൽ ഫലങ്ങളില്ലാതായാലും, ധാന്യം വിളയുന്നില്ലെങ്കിലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. കാരണം അവിടെ നിന്നാണ് എൻ്റെ എല്ലാം. അവിടെ നിന്നറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. വീണ്ടും 7-ാം തിരുവചനം നമ്മോട് വീണ്ടും പറയുകയാണ്, കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക. ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകണ്ട. കർത്താവ് പറഞ്ഞതാണ്, നിന്റെ ജീവിതം കർത്താവിൻ്റെ കൈ കൊടുക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടെ നിന്നെ നോക്കിക്കൊള്ളൂ. ഇതായിരിക്കണം എൻ്റെ പിടിവള്ളിയും എൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു ഉറപ്പ് എന്ന് പറയുന്നത്. ഞാൻ ദൈവസന്നിധിയിൽ നന്മ ചെയ്ത, ഞാൻ ദൈവസന്നിധിയിൽ നീതിയോടെ ജീവിക്കുമ്പോൾ, ഞാൻ എൻ്റെ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, കാറ്റടിച്ചാലും തിര ഉയർന്നാലും മറ്റുള്ളവർ എന്നെ നേരെ അക്രമാസക്തരായിട്ട് ഓടിയണഞ്ഞാലും ഞാൻ തളരില്ല, പതറില്ല, കുതറില്ല. കാരണം എൻ്റെ കർത്താവാണ് എൻ്റെ പ്രകാശവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷയും എൻ്റെ അഭയശിലയും. അതുകൊണ്ട് സങ്കീർത്തകൻ പറയാണ്, കർത്താവിൻ്റെ അടുക്കൽ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കാം. കാരണം എൻ്റെ കർത്താവ് തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവ് യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരും. അവിടെ നിന്നെ അനാഥനായിട്ട് വിടില്ല, അവിടെ നിൻ്റെ കൂടെ നടക്കും. ഈശോയിൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരുണ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഉറപ്പത. പാപിയായിരുന്നിട്ടും രോഗിയായിരുന്നിട്ടും ശിക്ഷിക്കപ്പെടുവാൻ അർഹതയുണ്ടായിരുന്നിട്ടും എൻ്റെ ദൈവം തൻ്റെ കരുണക്കടലിൽ എന്നെ മുക്കിയെടുത്ത് അവിടുത്തെ സ്നേഹം കൊണ്ട് എന്നെ പൊതിഞ്ഞ് അവിടുത്തെ സന്നിധിയിൽ വിലപിടിപ്പുള്ള ഏറ്റവും മതിപ്പുള്ള ഒരു വ്യക്തിയായിട്ട് എന്നെ കരുതി അവിടുത്തെ പ്രിയ പുത്രനും പുത്രിയുമാക്കിയിട്ട് എന്നോട് പറയുകയാണ്, ഐ ലവ് യു, നിനക്കൊരിക്കലും ഒരു കുറവും ഞാൻ വരുത്തില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ താരതമ്യം ചെയ്യുമ്പോഴാണ് പൊരുത്തക്കേടുകൾ ഉണ്ടാവുന്നത്. എന്നാൽ എൻ്റെ ജീവിതമല്ല മറ്റൊരാളുടെ ജീവിതം, വേറൊരാളുടെ ജീവിതം നയിക്കേണ്ടതുപോലെയല്ല എൻ്റെ ജീവിതത്തെ കർത്താവ് കൊണ്ടുപോകുന്നത്. ഓരോരുത്തർക്കും ആവശ്യമുള്ളത് ദൈവം കൊടുക്കുന്നു. ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ ദൈവം ഇടപെടുന്നു. ദുരാഗ്രഹങ്ങളിലും അത്യാഗ്രഹങ്ങളിലും എല്ലാ ഇഷ്ടങ്ങളിലും താല്പര്യങ്ങളിലും അല്ല ദൈവം പ്രവർത്തിക്കുക. നിന്നെ ദൈവം ആവശ്യങ്ങളിൽ സഹായിക്കാതിരിക്കില്ല. അതുകൊണ്ട് കർത്താവ് തരുന്നതിനെ സംതൃപ്തിയോടുകൂടി ഉൾക്കൊണ്ട് കർത്താവിൽ ആനന്ദിക്കാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവിൻ്റെ ആ ഒരു വലിയ കരുണ നമ്മളെ ആലേഖനം ചെയ്തു പിടിക്കാൻ, നമ്മളെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ സ്വസ്ഥരാകാം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവെ, ലോകമാസകലമുള്ള എല്ലാ പാപികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും എല്ലാ അജപാലകർക്ക് വേണ്ടിയും സഭയെ നയിക്കുന്ന എല്ലാവരും വിശുദ്ധിയിലും വിശ്വാസത്തിലും അഭിഷേകത്തിലും നിറയാൻ പ്രാർത്ഥിക്കുന്നു. കരുണാസമ്പന്നനായ കർത്താവെ, ഞങ്ങളുടെ രാഷ്ട്രത്തെയും ഞങ്ങളുടെ ദേശത്തെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ദേശം ഭരിക്കുന്ന നേതാക്കളെ അങ്ങ് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. നാടിനും നാട്ടുകാർക്കുമെല്ലാം നന്മയ്ക്കുതകുന്ന നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ ഭരണകൂടങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹവും ശാന്തിയും നിറയാൻ പ്രാർത്ഥിക്കുന്നു. സമൂഹത്തിൽ നിലകൊള്ളുന്ന എല്ലാ തിന്മകൾക്കെതിരെയും, ജീവന് ഭീഷണിയാകുന്ന എല്ലാ തിന്മകളെയും, രക്തം ചാലിച്ച എല്ലാ തിന്മകൾക്കുമെതിരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമൂഹത്തിൻ്റെ അടിത്തറയിളക്കുന്ന കുടുംബത്തിനും വിവാഹത്തിനും ജീവിതത്തിനുമെതിരെ നിൽക്കുന്ന എല്ലാ തിന്മകളെയും അങ്ങയുടെ കരുണക്കടലിൽ നിർവീര്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞ ഈശോയെ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിത വിജയത്തിനായിട്ട് ബുദ്ധിമുട്ടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രധാന തിരുസന്നിധിയിൽ മുട്ടിന്മേലായിരിക്കാം. കരങ്ങളെ മാറോട് ചേർത്ത് ശിരസ് നമിച്ച് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും